ചില ദിവസങ്ങളിലൊക്കെ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണല്ലേടോ. പക്ഷെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ വാഴയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം, എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായത്. വാഴയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാ. പിന്നെ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറി കൂടെ കേട്ടോ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലും അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു 3 വാഴയ്ക്ക എടുത്ത് ഇതുപോലെ ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കാട്ടോ. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കൈവച്ച് തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്നങ്ങ് മിക്സ് ആക്കി ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഫ്രൈ ആക്കുന്ന അതേ പാനിൽ തന്നെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ പാത്രം നോക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതിലേക്ക് ഈ മസാല തേച്ച് വെച്ചേക്കുന്ന വാഴയ്ക്ക് എല്ലാം അങ്ങോട്ടങ്ങ് വെച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി അങ്ങ് മൊരിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. നമ്മളിത് കറി ഉണ്ടാക്കാനല്ലേ. ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. കറി ഒന്നും ആക്കാതെ ഇങ്ങനെ ഫ്രൈ ആക്കി വാഴയ്ക്ക മാത്രം ചോറിനൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാനൊക്കെ നല്ല ഒരു ടേസ്റ്റ് ആട്ടോ. അതിപ്പോ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് നമുക്ക് മറുഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ പാകം വരേക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇത് നമുക്കെല്ലാം കോരി ഒരു പാത്രത്തിലിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് എല്ലാം എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വെളിച്ചെണ്ണ ഒരുപാട് കൂടുതലാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളറ് മാറ്റി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് ഒന്ന് ട്രാൻസ്പെറന്റ് ഒക്കെ ആയി വരുന്നത് വരെ മതിയാവും. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർക്കണം കേട്ടോ. ഇതിപ്പം അത്യാവശ്യം വലിയൊരു തക്കാളിയാണ്. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും അതും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്കത് ചേർക്കുന്ന വീഡിയോ കിട്ടിയില്ല, അപ്പൊ നിങ്ങളൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒരു 1/4 ടീസ്പൂണൊക്കെ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി. ഫ്ലെയിം ഒക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ ഈ മസാലയൊക്കെ കരിഞ്ഞ് വല്ലാത്തൊരു ടേസ്റ്റിലായിരിക്കും ഇത് കിട്ടുന്നത്. ഇതുപോലെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ പോരാന്ന് തോന്നിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ഗ്രേവിയുടെ ഒക്കെ കൺസിസ്റ്റൻസി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാൻ അല്പം തിക്കായിട്ടാ വെക്കുന്ന ഗ്രേവി കുറച്ച്. അപ്പൊ ഞാൻ ഒരു 1.25 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഇതൊന്ന് തിളയ്ക്കാനായി അനുവദിക്കാട്ടോ. ശരിക്കും ഈ വാഴക്കൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടുമ്പോഴേ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വ്യത്യസ്ത ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി നമ്മുടെ ഈ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വാഴക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇതങ്ങ് റെഡിയായി സെറ്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കറിയെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴേ ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വരും കേട്ടോ.
ഫൈനലി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.